ആകാശവാണി. നരേന്ദ്രമോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 11 വർഷം പൂർത്തിയാക്കുകയാണ്. ഏവരെയും ഉൾക്കൊള്ളുന്നതും പുരോഗമനപരവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുന്നതിനായും സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ 11 വർഷങ്ങൾ. എല്ലാ പൌരന്മാർക്കും തുല്യതയും അവസരവും സൃഷ്ടിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ ഉറച്ചുനിൽക്കുന്നു. വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് രാഷ്ട്രീയ ചർച്ചകളുടെയും നയപരമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാക്കി അതിനെ മാറ്റുകയായിരുന്നു. 2014 അധികാരമേറ്റതിനുശേഷം എല്ലാ നയരൂപീകരണത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ആദ്യം എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ ഉറച്ചുനിന്നത്. ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക പരിപാലനം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള ശാക്തീകരണ പദ്ധതികൾ, സാംസ്കാരിക സംരക്ഷണത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ദൃഢനിശ്ചയം പ്രകടമാണ്. വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും നിശ്ചിത സമയപരിധിക്ക് മുൻപ് അവ നേടിയെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. കോവിഡ്-19-നെതിരെ റെക്കോർഡ് സമയത്തിനുള്ളിൽ അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വാക്സിനേഷൻ നൽകിയതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയും ഇന്ത്യയിലുടനീളം നടക്കുന്ന ഡിജിറ്റൽ വിപ്ലവവും ഗ്രാമീണ വൈദ്യുതീകരണത്തിനായുള്ള മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കലും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കലും വീടുകളിൽ കുടിവെള്ള സൌകര്യം ലഭ്യമാക്കലും തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. 2024 ജൂൺ 9 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായ 3-ാം തവണയും ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷങ്ങൾ. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा. ഇന്ത്യ മാറുകയാണ്, അതും അതിവേഗം. ജനങ്ങളുടെ ആത്മവിശ്വാസം, സർക്കാരിലുള്ള വിശ്വാസം, നവഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധത എന്നിവ എല്ലായിടത്തും ദൃശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശാക്തീകരണം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. ഇതിന്റെ ഭാഗമായി പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, നാരീശക്തി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ജനക്ഷേമത്തിനൊപ്പം രാജ്യവികസനത്തിനും ഊന്നൽ നൽകുന്ന നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. PM ഫസൽ ബീമ യോജന, PM ഗരീബ് കല്യാൺ അന്ന യോജന, PM ആവാസ് യോജന തുടങ്ങി ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യയെ വികസനപാതയിൽ എത്തിക്കാൻ കഴിയുന്ന പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നു. രാജ്യത്തെ BPL കുടുംബങ്ങൾക്ക് LPG കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാൻമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. ഗോത്ര ഗ്രാമങ്ങളിലെ വീട്ടമ്മമാർക്കും സൌജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ചതോടെ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. PM ഉജ്ജ്വല യോജനയിലൂടെ 10.33 കോടിയിലധികം കുടുംബങ്ങൾ സംശുദ്ധ പാചകവാതക കണക്ഷനുകൾ ഉപയോഗിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നു. ഉജ്ജ്വല യോജനയുടെ ഇടുക്കി ജില്ലയുടെ ഗുണഭോക്താവിന്റെ വാക്കുകളിലേക്ക്. ഒരു 15 വർഷം മുൻപ് വെള്ളിയാമ്പറ്റം മാർഗമല എന്ന സ്ഥലത്തായിരുന്നു. ആ മലയുടെ മണ്ടയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടൊരു 15 വർഷത്തോളമായി ഈ പാലസിറ്റി താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഗ്യാസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഗ്യാസ് എടുക്കാനുള്ളൊരു സാമ്പത്തിക രീതിയിലാണ് ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇങ്ങനെ ഈ ഉജ്ജ്വല യോജന എന്ന പദ്ധതി കൂടി ഇങ്ങനെ ഗ്യാസ് വിതരണം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അത് എന്താണെന്ന് വിവരം അറിയാനും അതേപ്പറ്റി മനസ്സിലാക്കാനും ഞങ്ങൾ ഭാരത് ഗ്യാസ് ഓടയ്ക്കൽ ഓഫീസ് ഞങ്ങൾ അന്വേഷിക്കുകയും അവരത് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അത് കിട്ടാനുള്ള എല്ലാവിധ സഹായങ്ങളും അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നു.
അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ന് ഇപ്പം ഗ്യാസ് കിട്ടിയത്. എനിക്ക് നേരത്തെ ഞങ്ങൾ ഈ പ്രദേശത്തെല്ലാം റബ്ബർ തോട്ടങ്ങളിലൊക്കെ പോയി പെറുക്കിക്കൊണ്ട് വന്നാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരു കഷ്ണം വിറകെടുക്കാൻ പുറത്ത് പോകാൻ സാധിക്കുകയില്ല. കാലിന് സുഖമില്ലാതെ മൊത്തം സുഖമില്ലാത്ത രീതിയിലാണ് ഇപ്പം ഞാനിപ്പോൾ. കാലിന് മുട്ടിന് തേയ്മാനമായിട്ട് എനിക്ക് വീട്ടിലെ പണി പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഗ്യാസ് ഉള്ളതിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നടത്താൻ സാധിക്കുന്നുണ്ട്. രാജ്യത്തെ വീടുകളിൽ സൗജന്യ വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യവുമായി 2024 ഫെബ്രുവരി 15 പ്രധാനമന്ത്രി തുടക്കം കുറിച്ച പദ്ധതിയാണ് സൂര്യഘർ മുഫ്ത് ബിജിലി യോജന. പദ്ധതി പ്രകാരം വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകും. പദ്ധതിയുടെ ഗുണഭോക്താവിന്റെ വാക്കുകളിലേക്ക്. 2018 ഞാൻ ഈ വീട് നിർമ്മിച്ചത്. അതിനുശേഷം ഞാൻ പലയാളോടും സംസാരിച്ചതിലും അതിലും അപ്പോൾ ഇലക്ട്രിസിറ്റീൻ്റെ ഒരു കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ വലിയ ബില്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. 10,000 മേലെ ബില്ല് വന്നുകൊണ്ടിരുന്നായിരുന്നു 2 മാസം കൂടുമ്പോൾ. അപ്പോൾ ഇപ്പം എനിക്ക് മിനിമം ചാർജ് എവരി മന്ത് 257 മുതൽ 300 ആ ബില്ല് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം വളരെ ഹാപ്പി ആയിട്ട് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിൻ്റെ ബില്ല് അറിയാമല്ലോ എല്ലാവർക്കും. വലിയ തുകയാണ്. ഇപ്പം ആക്ച്വലി വളരെ വളരെ ഹാപ്പിയാണ്. കാരണം ഇപ്പം 300 രൂപക്ക് താഴെയായിരുന്നു ബില്ല് വരുന്നത്. അതായത് അത് ഞാൻ ഇപ്പം പല ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുണ്ടായിരുന്നു റെക്കമെൻഡ് ചെയ്തത് ഇത് എടുത്തോളൂ. 5 കിലോ വാട്ടിൻ്റെതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റോൾ ചെയ്തിട്ടിപ്പം 1 വർഷത്തിന് മേലെയായി. 1 വർഷത്തിന് മേലെയായി. അപ്പോൾ അന്ന് 78,000 ഉറുപ്പ്യോളം എനിക്ക് സബ്സിഡി ആയിട്ട് തന്നായിരുന്നു. 3,20,000 ഉറുപ്പ്യാണ് ഞാൻ ടോട്ടൽ കെട്ടിയത്. അത് ആ പൈസ ടോട്ടൽ ആദ്യം മുൻകൂട്ടി കെട്ടണം. പിന്നെ അവർ സബ്സിഡി ആയിട്ട് 78,000 ഉറുപ്പ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുമായിരുന്നു. പിന്നെ സംരക്ഷണം അവരിപ്പം ഈ 6 മാസം കൂടുമ്പം അവർ സർവീസിന് വരും. എവരി മന്ത് അവൻ നമ്മളോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. എത്രയാണ് ബില്ല് വന്നത്, എങ്ങനെയല്ലാന്ന് അതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പദ്ധതിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നല്ല അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 മാസം കൂടുമ്പോൾ ഈ 10,000 രൂപ 12,000 രൂപ ബില്ല് വരുമ്പോൾ നമുക്കിപ്പോൾ ഈ ഓരോരോ മാസവും 257 250 ബില്ല് വരുന്ന സമയത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പിയാണ്. ഞാൻ എടുത്തതിന് ശേഷം ഞാനിപ്പം പല ആൾക്കാരോട് റെക്കമെൻഡ് ചെയ്യായിരുന്നു. ഞാൻ പറയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അത് ചേർന്നോ എന്ന് പറയായിരുന്നു. PM ഗരീബ് കല്യാൺ അന്ന യോജന വഴി 81 കോടിയിലധികം പേർക്ക് ഭക്ഷ്യസുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ പദ്ധതി 5 വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകരുടെ അഭിവൃദ്ധിക്കായി പ്രതിവർഷം 6,000 രൂപ വരുമാനം ഉറപ്പാക്കി. 11 കോടിയിലധികം കർഷകർക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി ഇതുവരെ 3.7 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകി. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അതിവേഗ വായ്പയായി 7.71 കോടി കർഷകർക്ക് 10 ലക്ഷം കോടി രൂപയിലധികം സഹായം നൽകി. ഇത് കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള ഹ്രസ്വകാല പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എളുപ്പത്തിലും കുറഞ്ഞ പലിശയിലും വായ്പ ലഭ്യമാക്കുന്നു. കാർഷിക അടിസ്ഥാന സൗകര്യ നിധിക്കൊപ്പം ആധുനികവൽക്കരിച്ച കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷിരീതികൾ നവീകരിക്കുന്നതിനും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രധാന ചുവടുവയ്പായ AIF പ്രകാരം 1 ലക്ഷം കോടി രൂപ നിക്ഷേപത്തിന് അംഗീകാരം ലഭിച്ചു. 8 കോടിയിലധികം കർഷകർക്ക് തൊഴിൽ നൽകുന്ന ക്ഷീരമേഖല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. പാൽ ഉൽപാദനത്തിൽ ലോകത്ത് 1-ാം സ്ഥാനം, മുട്ട ഉൽപാദനത്തിൽ 2-ാം സ്ഥാനം, മത്സ്യ ഉൽപാദനത്തിൽ 2-ാം സ്ഥാനം, മാംസ ഉൽപാദനത്തിൽ 5-ാം സ്ഥാനം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ നേട്ടം. വിത്തു മുതൽ വിപണി വരെ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും കൃഷിയുടെ മുന്നോട്ടുള്ള ശൃംഖലകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഈ നാം സംരംഭത്തിലൂടെ രാജ്യത്തുടനീളമുള്ള കാർഷിക വിപണികളെ കൂട്ടിയിണക്കിയത് സുതാര്യത കൈവരുത്തി. കാർഷിക വിപണികളിലെ മത്സരം വർദ്ധിപ്പിക്കാനും സാധിച്ചു. കാർഷിക വിളകൾക്ക് പ്രവചനാതീതമായ പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിനെതിരായ സമഗ്രമായ ഇൻഷുറൻസ് നൽകുന്നതിന് 2016 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാൻമന്ത്രി ഫസൽ ബീമ യോജന. സുതാര്യത, ക്ലെയിമുകളുടെ സമയബന്ധിതമായ പേയ്മെന്റ് എന്നിവ പദ്ധതി ഉറപ്പാക്കുന്നു.
കർഷക അപേക്ഷകളുടെ കാര്യത്തിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിത്. ഫസൽ ബീമ യോജനയുടെ കണ്ണൂരിൽ നിന്നുള്ള ഗുണഭോക്താവിന്റെ വാക്കുകളിലേക്ക്. ആദ്യത്തെ മഴക്ക് ഇഷ്ടംപോലെ വെള്ളം വന്നു, നമ്മളെ കൃഷി മൊത്തം നശിച്ചു. ഇപ്പോൾ കൃഷിഭവൻകാർ അവർ വന്നു, എല്ലാവരും വന്ന് നോക്കിയപ്പോൾ ഫുള്ള് നശിച്ചിട്ടാണ് ഉള്ളത്. ഗുണം കിട്ടി അത് വലിയൊരു സംഖ്യയല്ലേ. നമുക്ക് 20,000 എന്ന് പറയുമ്പോൾ ഒരു 10 ഉറുപ്പ്യ കിട്ടിയാൽ നമുക്കത് ഒരു കൃഷിക്കാർക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ഭീമമായ തുക തന്നെയല്ലേ. നമുക്കതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റി. നമ്മൾ കടം വാങ്ങിയിട്ടാണല്ലോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ 20,000 കൊണ്ട് നമുക്ക് അതിനുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ലാഭകരമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ കൃഷിഭവനിൽ നിന്നും കിട്ടുന്നുണ്ട്. വിത്തുകൾ ഫ്രീ ആയിട്ട് നമുക്ക് അവർ തരുന്നുണ്ട്. കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ മാതൃകാപരമായ പദ്ധതികളിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിനുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. വികസനവും ജനക്ഷേമവും ഉറപ്പാക്കുകയും ഇന്ത്യ ആദ്യം എന്ന ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നേറുകയാണ്. നിങ്ങൾ കേട്ടത് നരേന്ദ്രമോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.